അതിനിടയിൽ കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റ് മാർച്ച് ചെയ്തു. SP ഓഫീസിലേക്കാണ് മാർച്ച്. പെരിയയിലെ ഇരട്ടക്കൊലക്കേസ് കേരള പോലീസ് അന്വേഷിച്ച് വഴിതെറ്റിക്കുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം. CBI അന്വേഷണത്തിലൂടെ എല്ലാം തെളിയിച്ചു എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടില്ല. കാരണം ഇപ്പോഴത്തെ CBI എന്ന് പറഞ്ഞാലും അവർക്കും വലിയ അഡ്രസ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഈ നാണം കെട്ട പോലീസ് യജമാനന്മാർ അല്ലെങ്കിൽ കേരളത്തിൽ പിണറായി വിജയന്റെ ചെരുപ്പ് നക്കികളായ പോലീസുകാർ അന്വേഷിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ഭേദമായിരിക്കും. CBI എല്ലാ കേസും അന്വേഷിക്കണമെന്നാണെങ്കിൽ പിന്നെ കേരള പോലീസിൻ്റെ ആവശ്യമുണ്ടോ? ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ദുർബലപ്പെടുത്തും. CBIക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചത് ഈ 4 കൊല്ലത്തിനിടയിൽ രാഹുൽ ഗാന്ധിയാണ്. CBI ആസ്ഥാനത്തിൻ്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തിയത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. ആ CBIയെ വെള്ളപൂശാൻ ഇവിടെ കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത് CBI ആണ് മഹത്തരമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എടുത്ത നിലപാടിന് വിരുദ്ധമല്ലേ? അപ്പോൾ CBIയോടുള്ള അവരുടെ സമീപനം എന്താണ്? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തീർച്ചയായും ആ നരേന്ദ്രമോദി അവിടെ നിന്ന് മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ അന്വേഷണത്തിൽ എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്, നീതിപൂർവമായ ഒരു അന്വേഷണം. അതൊരു പ്രതീക്ഷയാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കോൺഗ്രസിന് തന്നെ കിട്ടിയാൽ ചിലതൊക്കെ ചെയ്യാൻ പറ്റും എന്ന പ്രതീക്ഷ. ഇപ്പോഴത്തെ കാര്യം നോക്കണ്ട. ഇപ്പൊ കേരളം മുഴുവനുമുള്ള കേസ് ഒരുമിച്ച് ചേർത്ത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പ്രതിയാക്കിയാൽ യൂത്ത് കോൺഗ്രസ് സമരം അവസാനിപ്പിച്ചു പോകുമെന്ന് ചിന്തിക്കുന്ന ചില മേലാളന്മാരുണ്ട്. കോടതി ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. കോടതിയെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നുമില്ല. പക്ഷേ കോടതിയിൽ വാദിച്ച ചില മേലാളന്മാർ, ഗവൺമെന്റ് പ്രിയർ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെയാ വാദിച്ചത്. എന്തുകൊണ്ടെന്നാ അവരുടെ ആവശ്യം ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരവീര്യം കെടുത്തണം. നമ്മൾ സമരവുമായി മുൻപോട്ട് പോകരുത്. ഞാൻ പറയുന്നു, കേരളം മുഴുവനുള്ളതല്ല, ഇന്ത്യ രാജ്യം മുഴുവനുമുള്ള കേസ് നിങ്ങൾ ഞങ്ങളുടെ മേലെ ചാർത്തിക്കോ. ഈ രാജ്യം മുഴുവനുമുള്ള കേസ് നിങ്ങൾ ഞങ്ങളുടെ മേലെ ചാർത്തിക്കോ. പക്ഷേ ശരത്ലാലിനും കൃപേഷിനും നീതി ലഭിക്കുന്നതുവരെ കേരളത്തിന്റെ തെരുവീതികളിൽ യൂത്ത് കോൺഗ്രസിന്റെ അവസാന പ്രവർത്തകർ വഴി ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേട്ടല്ലോ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം കേട്ടല്ലോ. ഇന്ത്യ രാജ്യം മുഴുവനുമുള്ള കേസുകൾ ചാർത്തിയാലും യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന ആ പ്രഖ്യാപനം കേട്ടല്ലോ. ഇനി അങ്ങോട്ട് കാണണം.
പോലീസിൻ്റെ ടാങ്കിലെ വെള്ളം തീർന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവർ വന്നതുപോലെ അങ്ങ് പോയി. അത്ര തന്നെ. അതിലപ്പുറം പൊളിമിക്സിനും ഒന്നും ചെയ്യാനില്ല. പത്തി മടക്കി തിരിച്ചു പോവുകയാണ്. നന്ദി, നമസ്കാരം.